നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. രോഹിണി, നമ്മുടെ കുടുംബത്തിന്റെ താളം തെറ്റിയിരിക്കുക. എന്നും പ്രശ്നങ്ങളും അതിനെ പറഞ്ഞുള്ള ബഹളങ്ങളും. എന്തുപറ്റി നമ്മുടെ കുടുംബത്തിന്? പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ നീ ഉത്തരവാദിയാണ്. എന്നെ കുറ്റപ്പെടുത്തിക്കോ, പക്ഷെ ഞാൻ എപ്പോഴും നമ്മുടെ കുടുംബത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടേ നിന്നിട്ടുള്ളൂ. നന്ദന്റെയും ശരണ്യയുടെയും വിവാഹത്തിന് മുൻപ് ഈ കുടുംബം എത്ര സമാധാനത്തോടെ കഴിഞ്ഞെന്ന് ദൈവനറിയാലോ. കുടുംബത്തിൽ ഒരു പ്രശ്നം ഉണ്ടായാൽ അത് പരിഹരിക്കേണ്ട നീ അത് ചെയ്യാതെ ആ പ്രശ്നം വീണ്ടും ആളിക്കത്തിക്കാനല്ലേ ശ്രമിക്കുന്നത്? അതിന്റെയൊക്കെ ഫലമാ ഈ കുടുംബത്തിന്റെ സമാധാനക്കേട്. ഞാൻ എന്ത് ചെയ്യുന്നു ദൈവം പറയുന്നത്? ഒന്ന് ആലോചിച്ചു നോക്കൂ രോഹിണി, അപ്പൊ നിനക്ക് ഉത്തരം കിട്ടും. അപ്പൊ ഞാനാ എല്ലാത്തിനും കാരണം അല്ലേ? ഞാനാണ് ഇവിടുത്തെ ബഹളങ്ങൾക്കെല്ലാം പിന്നിലെന്ന് അങ്ങനെയല്ലേ ദൈവം പറഞ്ഞു വരുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ല. അനാവശ്യമായ ബഹളങ്ങൾ ഒഴിവാക്കാൻ നിനക്ക് പറ്റുമായിരുന്നു. അതിന് നീ ശ്രമിച്ചില്ല. അത് ശരി. ശരണ്യ വന്ന് ബഹളം ഉണ്ടാക്കുമ്പോ ഞാൻ ഒഴിഞ്ഞു പോണോ അല്ലേ? അവളെ പേടിച്ച് ഞാൻ ജീവിക്കണോ അല്ലേ? നീ ആരെയും പേടിച്ച് ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. വീട്ടിലൊരു പ്രശ്നം ഉണ്ടാവുമ്പോൾ അത് തണുപ്പിക്കാൻ നീ മുൻകൈ എടുക്കണം. കാരണം ഈ കുടുംബം നമ്മുടേതാണ്. ഇത് നശിക്കാതിരിക്കാൻ നമ്മളല്ലേ ശ്രമിക്കേണ്ടത്? കുടുംബത്തിലെ ഐശ്വര്യവും സമാധാനവും അവിടുത്തെ സ്ത്രീകളുടെ കയ്യില. ഒരു കുടുംബം എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത് അവിടുത്തെ ആണുങ്ങളല്ല, പെണ്ണുങ്ങളാ. അത് നീ മനസ്സിലാക്കും. ശരണ്യ വന്നു കയറിയ പെണ്ണ. അവളെ കാര്യങ്ങൾ പറഞ്ഞ് നേരെ നടത്തേണ്ടത് നീയാ. ഓ, കാര്യങ്ങൾ പറഞ്ഞാ മനസ്സിലാക്കുന്ന ഒരാളാണ് ശരണ്യ എന്ന് ഞാൻ അറിഞ്ഞില്ല.